വലിയ മുൻകരുതലോട് കൂടിയായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ സംഘം രാവിലെ 8 മണിയോടെ ഇവിടെ എത്തിയത്. ഇതിനിടയിലാണ് കോടതി ഈ വിഷയം വീണ്ടും പരിഗണിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നത്. ഇതിനെ തുടർന്ന് അവർ തിടുക്കപ്പെട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ നെട്ടോട്ടം ഓടുകയായിരുന്നു. ജയിലിൽ നിന്ന് എന്തുകൊണ്ട് ഇന്നലെ ഇറങ്ങിയില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു സത്യവാങ്മൂലം അവർ തിടുക്കപ്പെട്ട് തയ്യാറാക്കിയ ഒരു വെള്ള പേപ്പർ എഴുതിയ സത്യവാങ്മൂലത്തിൽ ഓടിച്ചെന്ന് റോഡിൽ നിൽക്കുകയായിരുന്നു അഭിഭാഷകൻ. റോഡിലേക്ക് ഓടിപ്പോയി അഭിഭാഷകനെ കൊണ്ട് കൈവെള്ളയിൽ വെച്ച് തന്നെ ആ പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയിട്ട് തിരികെ ജയിലിലേക്ക് കൊണ്ടു കൊടുത്തു. ആ പേപ്പർ കൊടുത്തതിന് 5 മിനിറ്റിന് ശേഷം ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത്. ആ ഇറങ്ങിയ ബോബി ചെമ്മണ്ണൂരാണ് വിവാദമായ ആ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ, ചെറിയ ചെറിയ കേസുകളുണ്ട്. 10-26 കേസുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000-10000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം. കോടതി ലക്ഷ്യമല്ലല്ലോ, കടലാസ് ഇവിടെ കിട്ടിയത് പൈസ ഇല്ലാത്തതുകൊണ്ട് അവർക്കുള്ള ഒരു പൈസ അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നൊരു സാധാരണ കാറാണ് അദ്ദേഹത്തെ കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന്റെ സംഘം സജ്ജമാക്കിയിരുന്നത്. അദ്ദേഹം ഇവിടെ നിന്ന് പോയി പിന്നീടാണ് വലിയൊരു നാടകം ഈ ജയിൽ പരിസരത്ത് ഉണ്ടായത്. ഈ ബോബി ചെമ്മണ്ണൂർ ജയിൽ വിട്ടതിന് ശേഷമാണ് ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ സംഘാംഗങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആരാധകരും ഇവിടേക്ക് എത്തിയത്. അവർ ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ ജാമ്യം ലഭിച്ചതിൻ്റെ സന്തോഷ സൂചകമായി പടക്കം പൊട്ടിക്കാനൊക്കെ തുടങ്ങി. പോലീസ് അതിൽ ഇടപെടുകയും മാലപ്പടക്കം പിടിച്ചു വാങ്ങുകയും ചെയ്തു. വലിയ ബോംബൊന്നുമല്ല ഇത്. ഇവിടെ ബോംബ് പൊട്ടിക്കുമ്പോ പാറമട കോറിക്കാര് വലിയ ബോംബ് പൊട്ടിക്കും. ഞങ്ങളെ പൊട്ടിച്ചിരിക്കും. ഞങ്ങൾ പോലീസുകാരെ അറസ്റ്റ് ചെയ്യും. ഇത്രയും മാറി ആർക്കും ശല്യം ഇല്ലാത്തടുത്ത് ഒരു ഓലപ്പടക്കം പൊട്ടിക്കുന്നത് എന്താണ് തെറ്റ്? അതും പാവം ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഞങ്ങളെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പരിപൂർണ്ണ ഞങ്ങളെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് പ്രസ്താവന നടത്തിയതാണ് മാലയിട്ട് പടക്കം പൊട്ടി സ്വീകരിക്കുമെന്ന്. ബോച്ചെ ജയിലിറങ്ങിയ സന്തോഷം ഞങ്ങൾ ഇവിടെ പ്രകടിപ്പിച്ചിരിക്കും. എവിടെയാണെങ്കിലും സ്ഫോടനം നടക്കുന്ന ഒരു വസ്തു കൈകാര്യം ചെയ്യണതിന് അതിൻ്റെതായ കുറെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അത് പാലിക്കണ്ടേ? പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ പടക്കം പൊട്ടിക്കുക, ജയിൽ പോലെ സുരക്ഷിത മേഖലയിൽ പടക്കം പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമലംഘനമല്ലേ? അപ്പൊ പിന്നെ പൊതുജനം ഞാൻ അസോസിയേഷനാണ്, ഞങ്ങളുടെ നേതാവിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? നാളെ വേറൊരാൾ പടക്കം ഞത്തിന് പകരം ഞാൻ ഒരു ചെറിയ ബോംബ് പൊട്ടിക്കണം എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റും? തങ്ങൾ പടക്കം ബോബി ചെമ്മണ്ണൂരിന്റെ വീട്ടിലെത്തിച്ച് പൊട്ടിച്ചോളാം, അദ്ദേഹത്തിന് മാലയിട്ട് സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. ഒരു മണിക്കൂറോളം ഇവിടെ ഒരു നാടകം തന്നെയായിരുന്നു ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ആരാധകരും പിന്തുണക്കാരും ചേർന്ന് നടത്തിയത്. പോലീസിൻ്റെ സംയോജിതമായ ഇടപെടൽ മൂലം അത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ ഇവിടെ നടത്താൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ അവർ തൃശ്ശൂരെത്തി ഇതൊക്കെ ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ അവരുടെ കാട്ടിക്കൂട്ടിലാണ് ബോബി ചെമ്മണ്ണൂരിന് ഇപ്പോൾ തിരിച്ചടിയായി വന്നിരിക്കുന്നത്. സുജയ് എഡ്വേഡിനൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.